കൊല്ലത്ത് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ എം മുകേഷിന് അതൃപ്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും തിരിച്ചടി നേരിട്ടപ്പോൾ കൊല്ലത്ത് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നുവെന്ന് മുകേഷ് പറഞ്ഞു. ഇറങ്ങിപ്പോകുമ്പോൾ തന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എം മുകേഷിന് പകരം എസ് ജയദേവനെ ആണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പം പല സ്ഥലത്തും മാറ്റം വന്നെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കൊല്ലം മണ്ഡലത്തിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിനുണ്ട്. ഒരുപാട് പേര് അത് മറച്ചു വെച്ചു. അപ്പം നമ്മൾ ഇറങ്ങിപ്പോകുമ്പം അഭിമാനത്തോടുകൂടി ഈ നമ്മളവിടെ ചെയ്ത നല്ല കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും കൊല്ലം മണ്ഡലത്തിലുള്ളവരെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെയാണ് ഈ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പം ഈ കൊല്ലം മണ്ഡലത്തിലാകെയുള്ള ഭൂരിപക്ഷത്തിന്റെ കണക്ക് അദ്ദേഹം പറയുമ്പോഴും വർഷങ്ങൾക്ക് ശേഷം കൊല്ലം കോർപ്പറേഷൻ CPMന് കൈവിട്ടു പോകുന്നത് നമ്മൾ കണ്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തുകൊണ്ടായിരിക്കാം ലിസ്റ്റിൽ നിന്ന് ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിനകത്ത് സൈഫുദ്ദീൻ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം ആദ്യം മുകേഷ് മത്സരിക്കുന്നവർ അതിൻ്റെ വെച്ച് തുടങ്ങണമെന്ന് തോന്നുന്നു. ഗുരുദാസനായിരുന്നു അവിടെ MLA ആയിട്ടുണ്ടായിരുന്നത്. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും അവസരം കിട്ടി. 2016 സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആരെ മത്സരിപ്പിക്കുക എന്നത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. വിവിധ തരത്തിലുള്ള യോഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി ഒരുപാട് തവണ ചേർന്നെങ്കിലും അതിനകത്ത് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും എം മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു എന്ന നിലപാട് കൃത്യമായി തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ആ നിലപാട് അദ്ദേഹം അറിയിച്ചതിന് ശേഷം പാർട്ടി എം മുകേഷിന് വേണ്ടി പ്രവർത്തിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ എം മുകേഷ് 2016 വിജയിച്ച് കയറി. എന്നാൽ എം മുകേഷിന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉണ്ടായതിനാൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ സജീവമാകാൻ കഴിയുന്നില്ല എന്നുള്ള പരാതി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നു. അത് വലിയ പരാതിയായി ജില്ലാ കമ്മിറ്റി യോഗത്തിലടക്കം ചർച്ച ചെയ്തു. ജില്ലാ നേതൃത്വത്തിന് മുന്നിലേക്ക് ഒരുപാട് പരാതികൾ എത്തിച്ചേർന്നു. കാരണം ഗുരുദാസൻ ഇരുന്ന സ്ഥലത്തേക്കാണ് എം മുകേഷ് വരുന്നത്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരാൾ സിനിമാ നടനാണ്, ഒരാൾ രക്തത്തിൽ തന്നെ രാഷ്ട്രീയമുള്ള ആളാണ്. അങ്ങനെ രണ്ട് തരത്തിൽ അവരെ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള പരാതി വന്ന പശ്ചാത്തലത്തിൽ പാർട്ടി നേതൃത്വം നേരിട്ടാണ് കൊല്ലം മണ്ഡലത്തിലെ കാര്യങ്ങൾ നേരിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി പ്രത്യേക ആൾക്കാരെ നിയോഗിക്കുകയും മറ്റും പാർട്ടി ചെയ്തിട്ടുണ്ട്. മുകേഷ് അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയ്തു. 2021 വരുന്ന സമയത്ത് ബിന്ദു കൃഷ്ണയായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. ബിന്ദു കൃഷ്ണ വലിയ വെല്ലുവിളി അവിടെ എം മുകേഷിന് ഉയർത്തിയിരുന്നു. എന്നിരുന്നാലും പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന നിലയിൽ എം മുകേഷിന് അവിടെ വിജയിച്ച് കയറാൻ കഴിഞ്ഞു. അതും 2000-ൽ പരം വോട്ടിന്, കൃത്യഭൂരിപക്ഷം ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും 2000-ൽ പരം വോട്ടിന് മാത്രമാണ് എം മുകേഷ് അവിടെ വിജയിച്ച് കയറിയത്. അതിനുശേഷവും ആദ്യം ഉണ്ടായിരുന്ന പരാതി പിന്നീട് സജീവമായി വന്നു. അതുകൊണ്ട് മൂന്നാമതൊരു ടേം കൂടി പരീക്ഷിക്കേണ്ട എന്നുള്ള നിലപാട് സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ മുകേഷിന് വീണ്ടും മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പല ഘട്ടങ്ങളിൽ പലരോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റി ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയായ ജയമോഹനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടി ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനകത്തും തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനത്ത് തന്നെയാണ്. സംസ്ഥാന നേതൃത്വം അതിനകത്ത് തീരുമാനമെടുത്ത് മറ്റന്നാൾ ജില്ലാ നേതൃത്വത്തെ അറിയിക്കും. സൈഫുദ്ദീൻ, നിശ്ചയമായും അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വം തന്നെയാണ്. എങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശങ്ങളിൽ ആ പട്ടികയിൽ ഇപ്പോൾ എം മുകേഷ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൈഫ് സൈനുൽ ആബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.